നമുക്കൊപ്പം ഇപ്പോൾ വിൻസെന്റ് പാലത്തെങ്കൽ അമേരിക്കയിൽ നിന്ന് അതിഥിയായി ചേരുന്നുണ്ട്. സർ, സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം നമ്മൾ കേട്ടു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഗ്രേറ്റ് ആൻഡ് ബെറ്റർ എവർ അഗെയിൻ എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ആദ്യ പ്രസംഗം കേട്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുന്ന ആളാണ് പ്രസിഡന്റ് ട്രംപ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹി സെഡ് ടുഡേ. ദാറ്റ്സ് വാട്ട് ഹി വാണ്ടഡ് ടു ഡു. ദിസ് ഈസ് വാട്ട് ഹി വാസ് ട്രൈയിങ് ടു ഡു ഇൻ ദി ഫസ്റ്റ് ടേം. ലോട്ട് ഓഫ് തിങ്സ് വെർ റിവേഴ്സ്ഡ്. പുള്ളി അന്ന് ചെയ്ത പല കാര്യങ്ങളും, ബോർഡറിലുള്ളതും ഫോറിൻ പോളിസിയിലുള്ള പല കാര്യങ്ങളും ബൈഡൻ വന്നു പിറ്റേ ദിവസം റിവേഴ്സ് ചെയ്തു. അത് വീണ്ടും തിരിച്ചു കൊണ്ടിരുന്ന പുള്ളി പറയുന്നത് റിമെയിൻ ഇൻ മെക്സിക്കോ പോളിസി ഫോർ എക്സാമ്പിൾ. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇല്ലീഗൽ ഇമിഗ്രേഷനൊക്കെ കൺട്രോളിലായതായിരുന്നു. അത് വീണ്ടും ബൈഡൻ അതെല്ലാം മാറ്റിമറിച്ചു. സോ ഹിസ് ഗോയിങ് ടു പുട്ട് ഇറ്റ് ബാക്ക്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹി സെഡ്. സോ ജസ്റ്റ് ഞങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത് പനാമ കനാൽ തിരിച്ചെടുക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. ദാറ്റ്സ് വാട്ട് ഐ വാസ് വെയിറ്റിംഗ്. എവറിത്തിങ് എൽസ് വാസ് സാധാരണ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രസംഗമായിരുന്നു. പുള്ളി ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് കൊടുത്തു തന്നെ പറയുകയാണ് പുള്ളി ചെയ്തത്. എനിക്ക് തോന്നുന്നു പനാമ കനാലുമായി ബന്ധപ്പെട്ട് ചൈന നിയന്ത്രിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു തോന്നുന്നു പ്രസംഗത്തിൽ. അല്ല, അദ്ദേഹം അത് പറഞ്ഞു, ഞാൻ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഏത് രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടിയില്ല. ഇതിന്റെ ഫോഴ്സ്ഫുൾ ആയിട്ടാണോ അതോ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ പറഞ്ഞിട്ടില്ല. അത് ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെയായിരുന്നു പുള്ളിയുടെ പ്രസംഗം. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല, ഇനി സ്ത്രീയും പുരുഷനും മാത്രം എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ നിയമയുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ നിലവിൽ അമേരിക്കയുടെ ഒരു സിനാരിയോ വെച്ച് നോക്കുമ്പോൾ? അല്ല, പുള്ളി ഇപ്പൊ നിയമ ട്രാൻസ്ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിട്ട് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരില്ല എന്നുള്ളതിനർത്ഥം ഫെഡറൽ ഗവൺമെന്റിന്റെ പോളിസികളിൽ ആണും പെണ്ണും അല്ലാതെ വേറെ പല ആൾക്കാർക്കും അതിനനുസരിച്ചുള്ള റിസർവേഷൻസും അങ്ങനത്തെ കാര്യങ്ങളും കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ സ്പോർട്സ് കോമ്പറ്റീഷൻസിൽ ഒരു പെണ്ണാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു പുരുഷൻ, സ്ത്രീയാണ് എന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന ഒരു പുരുഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വകുപ്പുകൾ ഇപ്പോൾ ഉണ്ട്. അതിനെക്കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. ഒരു സ്ത്രീകളുടെ സ്പോർട്സിൽ സ്ത്രീകൾ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുള്ളൂ. പക്ഷെ അവർക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ടാവില്ലല്ലോ. അല്ല, അവർക്ക് ലീഗൽ റൈറ്റ്സ് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ട്രാൻസ്ജെൻഡറിനെ പല ആൾക്കാരും ഇവിടുത്തെ നാഷണൽ സ്പോർട്സ് അസോസിയേഷൻസ് പലതും ട്രാൻസ്ജെൻഡർ ആൾക്കാരെ പെണ്ണുങ്ങളുടെ സ്പോർട്സിൽ അവർ പെണ്ണാണെന്ന് ക്ലെയിം ചെയ്താൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നിർത്തുന്നതാണ് പുള്ളി പറയുന്നത്. ബയോളജിക്കലായിട്ട് അവർ പെണ്ണാണെങ്കിൽ അവർ ഒരിക്കലും ട്രാൻസ്ജെൻഡർ ആണ് ഇതുകൊണ്ട് ഒരു പെണ്ണായിട്ട് ക്ലെയിം ചെയ്ത് പെണ്ണുങ്ങളുടെ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോ അതിന് നിയമപരമായിട്ട് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ബയോളജിക്കൽ മെൻ ഓർ ബയോളജിക്കൽ മെൻ. ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിനെ പറ്റി പ്രസംഗത്തിൽ ഞാൻ കേട്ടില്ല. പക്ഷെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കും, അങ്ങനെ ഒരു അവകാശം ഉണ്ടാകില്ലെന്ന് പറയാം. അത് അവിടേക്ക് വരുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചൊരു വലിയ ആശങ്കയാണോ? അവിടെ ജോലി ചെയ്യാനൊക്കെ വന്ന് പിന്നെ സ്ഥിരതാമസമാക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏത് സിറ്റിസൺഷിപ്പിന്റെ കാര്യം പറഞ്ഞു? ഒന്നുകൂടി പറഞ്ഞേ. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, അവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. അവിടെ ഇവർ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നവർ ലീഗൽ അല്ലാത്ത ആൾക്കാർക്ക് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പും നമ്മളിപ്പോ ഇല്ലീഗലായിട്ട് ഇവിടെ കയറി ഒപ്പത്തെ കൊച്ചുങ്ങളുണ്ടാവുന്ന ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകളും തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം ഇല്ലീഗലായിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് വന്ന് അമേരിക്കയിൽ വെച്ച് കൊച്ചുണ്ടായാൽ ആ കുട്ടിക്ക് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. ലീഗലായിട്ടുള്ള ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ പൊതുവെ ലീഗലായിട്ടുള്ള ആൾക്കാരാണ്. അതൊരു രീതിയിലും ഇന്ത്യക്കാർക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കിയിരുന്നു, അതിപ്പം ഇനി അങ്ങോട്ട് നിർബന്ധമല്ല എന്ന് പറയുന്നു. നമുക്കറിയാം പരിസ്ഥിതിവാദികളൊക്കെ ഏറെ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അന്ന് എത്തിയിരുന്നത്. ഈ തിരിച്ചുപോക്ക് വീണ്ടും പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമോ? അല്ല, അതാ പറഞ്ഞത്, നമ്മളിപ്പം അമേരിക്ക ഒരു ഫ്രീഡത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഫ്രീഡത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോ ഗവൺമെന്റ് കയറി അതിനകത്ത് വിന്നേഴ്സിനെയും ചൂസേഴ്സിനെയും പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നു, ഇലക്ട്രിക് വെഹിക്കിൾസിന് സബ്സിഡി കൊടുക്കുന്നു, ബാക്കിയുള്ള വെഹിക്കിൾസിന് സബ്സിഡി ഇല്ല. അപ്പൊ ബാക്കിയുള്ള വെഹിക്കിൾസിന്റെ ഇൻഡസ്ട്രി, റെഗുലർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ കില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ആ ഒരു പോളിസി നടപ്പാക്കില്ല. ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കാം, റെഗുലർ ഓട്ടോമൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് റെഗുലർ ഓട്ടോമൊബൈൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവില്ല എന്നാണ് പുള്ളി പറഞ്ഞതിനർത്ഥം.
അതല്ലാതെ ഇലക്ട്രിക് വെഹിക്കിൾസ് നാളെ ഇല്ലാതാവുമെന്നല്ല. ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാവും. പക്ഷെ ഇലക്ട്രിക് വെഹിക്കിൾസ് മേടിക്കാൻ വേണ്ടി ഗവൺമെന്റ് ടാക്സ് മണി എടുത്ത് സബ്സിഡി കൊടുക്കുന്ന സിറ്റുവേഷൻ ഇല്ലാണ്ടാകും എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി, ഇപ്പം ഈ സ്ഥാനാരോഹണ ചടങ്ങിന് മുമ്പ് ജോ ബൈഡൻ സ്വീകരിച്ച ഒരു തീരുമാനം, അതായത് ഈ ക്യാപിറ്റോൾ ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് അന്ന് സാക്ഷി പറഞ്ഞവർക്ക്, അത് അന്വേഷിച്ചവർക്കൊക്കെ ഇതാ ഇപ്പോൾ മുൻകൂർ മാപ്പ് നൽകിയിരിക്കുന്നത് ഒരു വൺ ഓഫ് എ കൈൻഡ് ഓഫ് ഡിസിഷൻ ആണ്, ഒരു അസാധാരണമായ നീക്കമാണ്. അതിനെ എങ്ങനെയാണ് റിപ്പബ്ലിക്കൻസ് കാണുന്നത്? ഈ ജാനുവരി 6 എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ജാനുവരി 6നെ കുറിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ജാനുവരി 6 പ്രൊട്ടസ്റ്റർ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ജാനുവരി 6 എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് വയലന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊന്നും വയലന്റ് ആയിരുന്നില്ല. അവർ ആ ഒരു ഫോഴ്സിൽ ക്യാപിറ്റൽ ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് കയറിപ്പോയവരാണ്. ഇപ്പൊ ഞാൻ തന്നെ അന്ന് വന്നപ്പോൾ മുമ്പിലായിരുന്നെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ബിൽഡിങ്ങിന്റെ ഉള്ളിലായി പോയത്, കുറച്ച് പുറകിലായിരുന്നുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ടിൽ കയറിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ പെർസിക്യൂഷനാണ് ഇവിടെ നടന്നത് ജാനുവരി 6ന് ശേഷം. നിങ്ങൾ ജാനുവരി 6നെ കുറിച്ച് മനസ്സിലാക്കുന്നതല്ല അതിന്റെ റിയൽ സ്റ്റോറി. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഒരു കോൺഗ്രഷണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിന്റെയൊക്കെ ഹിയറിംഗ് കേട്ട് ഞാൻ തന്നെ അറിയാം, ഇത് വളരെ ഒരു അജണ്ടയോട് കൂടിയുള്ള ഒരു അന്വേഷണമാണെന്ന് നടന്നത്. അപ്പൊ നാച്ചുറലി ഈ ജാനുവരി 6ലുള്ളതിൽ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ വയലന്റ് ആയിട്ടുള്ളൂ. ആ വയലന്റ് അല്ലാത്ത ആൾക്കാർക്കെല്ലാം വെറുതെ ജയിലിൽ പിടിച്ചിട്ട് പീഡിപ്പിക്കുകയാണ്. അവരെല്ലാവരും ഈ DC ജയിലിൽ തന്നെ കീപ്പ് ചെയ്യുന്നത്. വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ ഇരിക്കുന്നത്. അവർ സഫർ ചെയ്യുകയാണ്. അപ്പോൾ അവർ റിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അവരൊന്നും ചെയ്തിട്ടില്ല. ദേ വർ ജസ്റ്റ് പ്രൊട്ടസ്റ്റിംഗ് ഇൻ എ മാർച്ച്. ദേ വർ ഡൂയിങ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടസ്റ്റ് ഇഫ് ദേ ഫീൽ സംതിങ്. അപ്പോൾ അവരെ മാപ്പ് കൊടുക്കുന്നത് വളരെ വേണ്ട ഒരു കാര്യമാണ്. റിപ്പബ്ലിക്കൻസ് എല്ലാം വളരെ ഹാർദമായിട്ട് നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് വയലന്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ അപൂർവം ഉണ്ടായിരുന്നു. അവരെ പണിഷ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ അല്ലാത്തവർ എന്തിനാണ് ഇവിടെ ജയിലിട്ടിരിക്കുന്നത്? അവർക്ക് മാപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ വിൻസെന്റ് പാലത്തിങ്കൽ, സംസാരിച്ചതിന് വളരെയധികം നന്ദി.